അങ്ങനെ വഴക്കുണ്ടാക്കി ഞാൻ ഒരു ദിവസം പ്രഭേനെ കിട്ടിട്ട് പോവാ. എന്തായിരിക്കും പ്രഭയുടെ റിയാക്ഷൻ? എടാ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെയല്ലേ. പക്ഷെ എന്നിട്ടും നമ്മൾ വഴക്കുണ്ടാക്കുമ്പോ ഞാൻ നിന്നെ എന്തോരം ഉപദ്രവിക്കുന്നേ അല്ലേ? അപ്പൊ നീ എന്റെ ശത്രുവായാലോ? വെറുതെ വിടുവോ നിന്നെ? ഞാൻ കൊല്ലും നിന്നെ ഞാൻ. കൺഫ്യൂഷൻ മാറി, തീരുമാനമായി. ഗബ്രിയേൽ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഫോൺ ഇതെല്ലാം തൂക്കി എറിഞ്ഞിട്ട് അപ്പനെയും കൂടി ആ നാട് വിട്ടു. ഞങ്ങളെല്ലാത്തിനും സഹായിച്ചത് ഈ ഗബ്രിയേല. എന്തിനാ ഈ മനുഷ്യൻ ഞങ്ങളെ സഹായിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി ശരിക്കും ഈ ഗബ്രിയേൽ മാലാഖയാണോ? വേറൊരു ഐഡന്റിറ്റിയിൽ ഇനി ഞാൻ ആർഡേക്കോ പോണ് ജീവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. പ്രഭയുടെ കാണാതായ കാമുകനും ലോകം മരിച്ചെന്ന് വിശ്വസിച്ച ആ ബാക്കി 4 കാമുകന്മാരും അവരിവിടെ സന്തുഷ്ടരാണ്. ഇവിടെ ചെറിയ കുടിൽ വ്യവസായമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്താ ഇവരുടെയൊക്കെ മുഖത്തെ സന്തോഷം! ഹായ്, ഒരു കുടുംബം പോലെ സന്തോഷമായിട്ട് അവരിവിടെ ജീവിക്കുന്നു. പിണക്കങ്ങളില്ല, പരിഭവങ്ങളില്ല, ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം മാത്രം. അവരുടെ സന്തോഷത്തിൽ അവരെന്നെയും കൂടെ കൂട്ടി. ഈ കളിച്ചിരിയിലും അവരുടെ ജോലി അവർ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യും. ഇനി ഞാനും പപ്പയും അവരിലൊരാൾ. പപ്പയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. പ്രഭയ്ക്കും എന്നോട് ദേഷ്യമായിരിക്കുമോ? അവളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും? ക്ഷമിക്കൂ പ്രഭേ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഇവിടെ ഞാൻ ഉൾപ്പെടെ പ്രഭയുടെ മറ്റ് കാമുകന്മാരെല്ലാവരും പ്രഭേനെ എന്നും ഒരുപാട് സ്നേഹിക്കും. അച്ചപ്പന്റെ ഫേവറേറ്റ് സ്നാക്കാ. ആൻഡ് ലുക്ക് ഹിയർ, പ്രഭ അച്ചപ്പംസ്. ഈ ബ്രാൻഡിന്റെ അച്ചപ്പം മാത്രമേ ഞാൻ കഴിക്കൂ. ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഈ 2ാം ജന്മം സമാധാനമായി ജീവിക്കാൻ തീരുമാനിച്ചു. ഈശ്വര ഭഗവാനെ, പ്രഭയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ. സ്നേഹപൂർവ്വം, പ്രഭയ്ക്കായി.